കർത്താവ് നമ്മളോട് എപ്പോഴും സംസാരിപ്പാൻ സന്നദ്ധനാണ്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ തുറക്കുന്നുവെങ്കിൽ, നമ്മുടെ കാതുകളെ നമ്മളൊന്ന് ട്യൂൺ ചെയ്യുന്നുവെങ്കിൽ, കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നും മിസ്സായി പോകത്തില്ല. പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ നമ്മൾ തുറക്കാറില്ല, പലപ്പോഴും നമ്മുടെ കാതുകളെ നമ്മൾ ട്യൂൺ ചെയ്യാറില്ല ദൈവ ശബ്ദത്തിന് വേണ്ടി. എന്നാൽ കർത്താവ് നീ എന്നോട് സംസാരിക്കണമേ എന്ന് പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു പിതാവിനെ പോലെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. നമ്മൾ ഈ വേദവസം പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വേദവസത്തിന്റെ ഓരോ പേജിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മൃദുഹൃദയമുള്ളതായ, നമ്മളെ ആഴമായി സ്നേഹിക്കുന്നതായ ഒരു വലിയ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മളെ ആഴമായി സ്നേഹിക്കുന്നതായ ആ കർത്താവിനെ കരങ്ങളിൽ നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലത്ത് ആത്മരക്ഷയ്ക്കായിട്ട് നമുക്ക് 2 ക്രോണിക്കൽസ് അല്ലെങ്കിൽ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ചാപ്റ്റർ 20 വേഴ്സ് 14. ഞാൻ ആദ്യം വായിക്കാൻ ചില വാക്യങ്ങൾ ആരെങ്കിലും വായിച്ച് സഹായിക്കുന്നുവെങ്കിൽ അത് നല്ലതായിരിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്ന അവിടെ അപ്പോൾ സഭാമധ്യേ വച്ച് യഹോവയുടെ ആത്മാവെ ആസാഫിന്റെ പുത്രന്മാരിൽ മത്ഥ്യാനാവിന്റെ മകനായ യോയേലിന്റെ മകനായ ബെനയാവിന്റെ മകനായ സെഖര്യാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവീൻ, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു. ഇവിടെ ഒരു ലേവിന്റെ മേലെ ദൈവത്തിന്റെ അഭിഷേകം വന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് അദ്ദേഹമേ യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവിനോടും അവിടെ ഉള്ളവരോടും പറയുകയാണ്, നിങ്ങളോട് ആര് സംസാരിക്കുന്നു? കേട്ടുകൊള്ളുവീൻ, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്ന, അപ്പോൾ നമ്മളോട് അരുളി ചെയ്യുന്നതായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. എന്നാൽ ആ കർത്താവ് സംസാരിക്കുമ്പോൾ അത് കേൾക്കുവാൻ നമ്മൾ സന്നദ്ധരെ ആകണം. ഇവിടെ ഒരു ലേവ്യന്റെ മേലാണ് ഈ ആത്മാവ് വന്ന് ദൈവം അവനിലൂടെ സംസാരിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് വേണ്ടി വരുന്ന മെസ്സേജുകളുണ്ട്. ചിലര് വിളിക്കും, നിങ്ങളുടെ ഫോണിലൊക്കെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ആളുകൾ അയക്കുന്ന മെസ്സേജുകൾ വായിക്കാറുണ്ട്. അതുപോലെ ചിലർ മെസ്സേജ് ലീവ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളത് മെസ്സേജ് കേൾക്കുക, അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജ് മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അയക്കുന്നതായ, സംസാരിക്കുന്നതായ ചില മെസ്സേജുകളുണ്ട്. അത് എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത് ഞാനും നീയും മാത്രം കേൾക്കേണ്ടതായ മെസ്സേജുകളുണ്ട്. അങ്ങനെ നമ്മളോട് സംസാരിക്കുന്നതായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു, എന്നാൽ വ്യക്തിപരമായി എന്തുവാണ് നമ്മളെ സ്നേഹിക്കുന്നതായ ഒരു കർത്താവാണ്. ഇവിടെ ഒരു ലേവ്യന്റെ മേൽ എന്തുവാണ് ആത്മാവ് വന്ന് അവൻ പ്രവചിക്കുകയാണ്, അവൻ സംസാരിക്കുകയാണ്, പറയാണ്. അവിടെയുള്ളതായ രാജാവിനോടും അവിടെയുള്ളതായ ആളുകളോട് പറയാണ്, ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് അരുളി ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ക്രോണിക്കൽസ് അല്ലെങ്കിൽ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവിടെ യഹോശാഫാത്ത് പറയുന്നതായ രാജാവിനെ കുറിച്ച് ഒരല്പം സംസാരിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം യഹൂദയിലെ ഒരു രാജാവായിരുന്നു. ആസാഫായിരുന്നു തൻ്റെ പിതാവ്. ആസാഫിന് ശേഷം യഹൂദയിലെ രാജാവായ ഒരു രാജാവായിരുന്നു യഹോശാഫാത്ത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രാജാവ് 35-ാമത്തെ വയസ്സിൽ താൻ രാജസ്ഥാനം ഏറ്റെടുത്തു. അങ്ങനെ രാജാവായി 25 വർഷക്കാലം താൻ ആ രാജ്യം ഭരിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അദ്ദേഹം രാജഭരണം ഏറ്റെടുത്തപ്പോൾ അവിടെയുള്ളതായ അശേര പ്രതിഷ്ഠകളെല്ലാം നീക്കം ചെയ്തു. അതുപോലെ പൂജാഗിരികളെല്ലാം നീക്കം ചെയ്തു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ മതിലുകളെ കെട്ടി ഉയർത്തി രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തു. അതുപോലെ പല മന്ത്രിമാരെ അദ്ദേഹം നിയമിച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട്. അത് മാത്രമല്ല, അവരുടെ പിതാക്കന്മാരെ സേവിച്ചതായ ആ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ജനത്തെ ആഹ്വാനം ചെയ്തതായ, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തതായ, ജനം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണമെന്ന് ബോധിപ്പിച്ചത് അല്ലെങ്കിൽ പ്രബോധിപ്പിച്ചതായ ഒരു യഹോശാഫാത്തിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ തൻ്റെ ഭരണം നല്ല ഭരണവും യഹോവയ്ക്ക് പ്രസാദകരവും യഹോവയ്ക്ക് ഇഷ്ടമുള്ളതായ കാര്യങ്ങൾ ചെയ്തതായ
ഒരു രാജാവായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം ഇപ്പോഴും നന്നായി ഭംഗിയായിട്ട് പോവുകയാണ്. 25 വർഷം രാജ്യം ഭരിച്ചു. 30ാമത്തെ വയസ്സിൽ രാജഭരണമേറ്റു. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴേ അദ്ദേഹമേ ഒരു ന്യൂസ് കേൾക്കുകയാണ്. ആ ന്യൂസ് എന്താണ്? 20ാം വാക്യം അതിൻ്റെ 1. അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും അവരോട് കൂടെ മെയൂന്യരിൽ ചിലരും യെഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്നു യെഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് ആരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ എൻഗതി എന്ന ഹസേൽ തമാരിലുണ്ട് എന്ന് അറിയിച്ചു. യെഹോശാഫാത്ത് ഭയപ്പെട്ടു. അപ്പോഴേ ഈ ഒരു കൂട്ടരല്ല, ഏതാണ്ട് 4 കൂട്ടം ജാതികളെ, അതിൽ മോവാബ്യരുണ്ട്, അമ്മോന്യരുണ്ട്, അവരുടെ യമോന്യരെന്ന് പറയുന്നതായ മറ്റൊരു 3 കൂട്ടരെ ഒരു രാജാവിനെയും തൻ്റെ രാജ്യത്തെയും ആക്രമിക്കുവാനായിട്ട് കടന്നു വരികയാണ്. നല്ലൊരു പ്രൊഫൈല് ഉള്ളതായ രാജാവാണ്. കാര്യമെല്ലാം സമാധാനകരമായി ഭംഗിയായി സന്തോഷകരമായി പോകുന്നതായ സമയത്ത് പെട്ടെന്നൊരു വാർത്ത കേൾക്കുകയാണ്. ഇതാ രാജാവേ, നിന്നെ ആക്രമിക്കുവാൻ എന്തുവാണ് ആളുകൾ കടന്നു വരുന്നു, വലിയൊരു ആർമി കടന്നു വരികയാണ്, അവരുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമെന്ന് പറയുന്നത് നമുക്കവിടെ വായിക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഇങ്ങനെ വലിയ ഒരു കൂട്ടം 2-3 കൂട്ടം ആളുകളെ അദ്ദേഹത്തെ ആക്രമിക്കുവാൻ കടന്നു വന്നു എന്ന് കേട്ടപ്പോൾ എന്തുവാണ്? ഭയപ്പെടുന്നതായ യെഹോശാഫാത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഭയം നമ്മളെ കടന്നു വരുന്നതുമാണ്. ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ട്, ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ട്. അപ്പോഴേ ഭയപ്പെടുന്നത് ഭയപ്പെടുക എന്ന് പറയുമ്പോൾ എന്തുവാണ്? ചിലത് കേൾക്കുമ്പോൾ അയ്യോ അതെന്തുവാണ് ഞാൻ കേൾക്കുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. ചിലപ്പോഴേ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ഭയം നമ്മളെ കടന്നു പിടിക്കുവാനായി ഇടയായി. എന്നാൽ വിശ്വാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുവാണ്? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നുവെന്ന് നമുക്ക് കാണുക. അപ്പോഴേ വിശ്വാസവും എന്തുവാണ്? കാഴ്ചയാലും കേൾവിയാലും ഒക്കെയാണ് വിശ്വാസം കടന്നു വരുന്നത്. അപ്പോഴേ ഭയം എങ്ങനെ കടന്നു വരുന്നുവോ എന്ന് പറഞ്ഞതുപോലെ എന്തുവാണ്? വിശ്വാസവും എന്തുവാണ്? കേൾവിയാലാണ് കടന്നു വരുന്നത് എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശ്വാസം എന്ന് പറയുമ്പോൾ അവിശ്വാസത്തിനെതിരാണ്. വിശ്വാസം എന്ന് പറയുമ്പോൾ ഭയത്തിന് എതിരാണ്. അപ്പോഴേ ഭയപ്പെടുന്നതായ ഒരു രാജാവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭയത്തിന്റെ മധ്യത്തിലെ ഹല്ലേലൂയ 2 തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായം 7 നമ്മൾ വായിക്കുന്നു. ഇങ്ങനെയാണ് പൗലോസ് തീമോഥെയോസ് തന്റെ നിജപുത്രനായ ആത്മീയ സന്തതിയായ തീമോഥെയോസോട് പറയുന്നത്. ഇങ്ങനെയാണ് 2 തീമോഥെയോസ് 1:7 ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോഴേ ഭയത്തിന്റെ ആത്മാവിനെ അല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ്, ശക്തിയുടെ ആത്മാവിനെയാണ് കർത്താവ് തന്നിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഭയം എന്തുവാണ്? പലപ്പോഴും എന്തുവാണ്? നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ബലം എന്തുവാണ്? നഷ്ടപ്പെടും. അയ്യോ എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഏത് ഭയത്തിനേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. ഇസ്രായേൽ മക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മോശയുടെ നേതൃത്വത്തിൽ അവരിങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കനാൻ ദേശത്ത് അവരെ കടന്നു ചെല്ലണം. അതാണ് ദൈവത്തിന് അവരെ കുറിച്ചുള്ളതായ പദ്ധതി. കർത്താവിന്റെ ദാസനായ മോശെ അവരെ ഇങ്ങനെ ലീഡ് ചെയ്ത് മരുഭൂമിയിലൂടെ കൊണ്ടുപോവുകയാണ്. എന്നാൽ ഒരിക്കലേ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ എല്ലാ ഗോത്രത്തിൽ നിന്ന് എന്തുവാണ്? ഒരു 12 പേരെ തിരഞ്ഞെടുക്കണം. ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് അവരെ എവിടെ അയക്കണം? കനാൻ നാട്ടിൽ അയക്കണം. അവർ കടന്നുപോയി ഈ കനാൻ നാട്ടിൽ കടന്നതിന് ശേഷം അവിടെയുള്ളതായ കാര്യങ്ങളിലേക്ക് ഒന്ന് മനസ്സിലാക്കി കടന്നു വന്ന് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ സമൂഹത്തോടെ ഒരു സാക്ഷ്യം പറയുകയായിരുന്നുവെങ്കിൽ എന്തുവാണ്? ഇവർ കുറച്ചുകൂടെ എന്തുവാണ്? വിശ്വസിക്കുക കനാൻ ദേശത്തെ കുറിച്ച്. കാര്യം ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. കനാൻ ദേശമാണ് നിങ്ങളുടെ ദേശമെന്നും പറഞ്ഞ് അവരെ കൊണ്ടുപോവുകയാണ്. എന്നാൽ മോശ വിചാരിച്ചു ഇവരെ അയക്കാമെന്നും പറഞ്ഞ് 12 പേരെ തിരഞ്ഞെടുത്ത് അയക്കും നമുക്ക് കാണാൻ സാധിക്കില്ല. 40 ദിവസം എടുത്ത് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്ത് അവിടുന്ന് അവരെ മുന്തിരിക്കൊലയൊക്കെ വെട്ടി അങ്ങനെ ദേശമെല്ലാം കണ്ട് അവരെ മടങ്ങി വരുന്നു 40 ദിവസം കൊണ്ട്. എന്നാൽ കടന്നു വന്നതിന് ശേഷം എന്തുവാണ്? ഇപ്പോഴേ മോശ വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കടന്നുപോയി, അവർ വളരെ സന്തോഷത്തോടെ കടന്നു വന്നിരിക്കുന്നത്. അവിടുന്ന് മുന്തിരിക്കൊലയൊക്കെ എന്തുവാണ്? വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ചിലതൊക്കെ കാണിക്കുവാനുണ്ട്. പാലും തേനും ഒഴുകുന്ന സ്ഥലം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വലിയ സമൂഹത്തെ വിളിച്ചിരിക്കുകയാണ്. എല്ലാവരും കടന്നു വരണം, ഈ കടന്നുപോയവരുടെ സാക്ഷ്യം ഒന്ന് കേൾക്കണം. 1-2 പേരല്ല, 12 പേരാണ്. അപ്പോൾ ഓരോ തലവന്മാരാണ് അവരെല്ലാം. എന്നാൽ
വലിയ സഭയെ വിളിച്ചിരിക്കുന്നു, ഇസ്രായേൽ എന്ന് പറയുന്നതായ. എന്നാൽ ഇവർക്ക് സാക്ഷി പറയുവാൻ സമയം കൊടുത്തപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്തുവാണ്? ഈ എല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ കടന്നുപോയി, അത് പാലും തേനും ഒഴുകുന്നതായ സ്ഥലമാണ്, ഞങ്ങൾ കണ്ടു, ഫലപുഷ്ടി ഉള്ളതായ സ്ഥലമാണ്, ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവർ പറയാണ്, ഞങ്ങളവിടെ അനാഖ്യ മല്ലന്മാരെ കണ്ടു, അവരുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഞങ്ങളെ വെട്ടുക്കിളി പോലെയാണ് ഞങ്ങളെ തന്നെ തോന്നിയത്, നമ്മളെക്കാൾ ബലവാന്മാരാണ് അവർ എന്നൊക്കെ അവർ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ 12 പേരിൽ എന്താണ് ഒരു ജോഷുവയും കാലേബിനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരു മൈനോറിറ്റി ഉണ്ട്, അതുപോലെ ഒരു മജോറിറ്റി എന്താണ്, രണ്ടായിട്ടങ്ങ് തിരിയാണ്. 12 പേരിൽ 2 പേര് പറയുന്നുണ്ട്, ജോഷുവയും കാലേബും, അല്ല നമുക്ക് പൊസസ് ചെയ്യാം, നമുക്കവിടെ കടന്നു പോകാം, നമുക്കത് അവകാശമാക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നതായ 2 പേരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയുന്ന 2 പേര്. എന്നാൽ ഒരു സൈഡിൽ എന്തുവാണ്, 10 പേര് പറയുകയാണ്, ഒക്കത്തില്ല, നടക്കത്തില്ല, കാര്യം നമ്മളെക്കാൾ ഉയരവും പൊക്കമുള്ളവരാണ്, അവർ അനാഖ്യ മല്ലന്മാരാണ്, അവരോട് പൊരുതൊന്നും നേടുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നതായ 10 പേരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയുള്ളതായ ഈ അനാഖ്യ മല്ലന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുവാണ്, അവിടെ ഉള്ളിൽ എന്തുവാണ്, ഒരു വലിയ ഭയം എന്തുവാണ്, കയറുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെയുള്ളതായ പാലും തേനും അതുപോലെ ഫലപുഷ്ടിയും ഒക്കെ കണ്ട് കനാൻ ദേശമാണ് ഞങ്ങളുടെ ദേശം എന്നൊക്കെ മനസ്സിലാക്കി കടന്നു വന്നവരെന്തുവാണ് ഇപ്പോൾ എന്തുവാണ് ഭയപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഭയപ്പെടാതെ നമുക്കവിടെ കടക്കുവാൻ സാധിക്കുമെന്ന് വിളിച്ചു പറഞ്ഞതായ ജോഷുവയും കാലേബും എന്തുവാണ്, ആ തലമുറയിൽ എന്തുവാണ്, അവർ രണ്ടും ആ കനാൻ ദേശത്ത് കാല് കുത്തുവാനായിട്ട് അവർക്കിടയായിത്തീർന്നു. കാര്യം വിശ്വാസത്തിന്റെ വാക്കുകൾ എന്തുവാണ് അവർ വിളിച്ചു പറയാനിടയായി തീർന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തില് പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്നതായ, നമ്മളെ പുറകോട്ട് വലിക്കുന്നതായ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ സാധിക്കും. എന്നാൽ ഒരു ദൈവം എന്തുവാണ്, എപ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്കുകൾ നാനും നീയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ എന്തുവാണ്, ഹല്ലേലൂയ, ആ വിശ്വാസത്തിന്റെ ഫലം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അവിടെ അവർ ഭയപ്പെട്ടത് കൊണ്ടാണ് പറഞ്ഞത് നമുക്കവിടെ കടന്നു പോകാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യെഹോശാഫാത്ത് ഭയപ്പെട്ടു. എന്നാൽ ഈ ഭയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഭയപ്പെടുമ്പോൾ എന്തുവാണ്, നമുക്ക് പിന്നെ എന്താണ്, ഇനി ആരാധനയൊന്നും വേണ്ട, ഇനി പ്രാർത്ഥനയൊന്നും വേണ്ട, ഇനി മുന്നോട്ടൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും എന്തുവാണ് നമ്മൾ പുസ്തകമൊക്കെ മടക്കി വെക്കും. എന്നാൽ യെഹോശാഫാത്ത് എന്തുവാണ്, ഈ ഭയപ്പെടലിൻ്റെ മുൻപിൽ ഹല്ലേലൂയ ഒരു കാര്യം യെഹോശാഫാത്ത് ചെയ്തു. 20-3 വാക്യം വായിക്കും ആർക്കെങ്കിലും. യഹോവേ, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, 20-3, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലേക്കും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയുടെ സഹായം ചോദിപ്പാൻ യഹൂദർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരത്തിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു എന്ന്. അപ്പോൾ ഇവിടെ ഭയം ഉള്ളില് കയറി കഴിഞ്ഞപ്പോൾ യെഹോശാഫാത്ത് ഇവിടെ ചെയ്തത് എന്തെന്ന് ചോദിച്ചാൽ എന്തുവാണ്, ദൈവത്തിങ്കിലേക്ക് എന്തുവാണ് മുഖം തിരിക്കുന്നതായ ഒരു യെഹോശാഫാത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. 121 സങ്കീർത്തനം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കണ്ണ് എവിടേക്കാണ് ഉയർത്തേണ്ടത്? യഹോവയെങ്കിലേക്കാണ് ഉയർത്തേണ്ടത്. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. ഈ ഭയപ്പെട്ട യെഹോശാഫാത്ത് ഈ ഭയം തന്നിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോവയെ അന്വേഷിക്കുന്നതായ, യഹോവയുടെ മുഖത്തേക്ക് നോക്കുന്നതായ യഹോശാഫാത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ ഭയങ്ങൾ ചിലപ്പോൾ കടന്നു വരും. എന്നാൽ നമ്മുടെ ഭയത്തിൻ്റെ മധ്യത്തിൽ എന്തുവാണ്, ഒരൊറ്റ ആളിനെ നോക്കിയാൽ മതി, നമ്മുടെ കർത്താവ് നോക്കിയാൽ മതി. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ കർത്താവിനെ മാത്രം നമ്മൾ നോക്കുന്നുവെങ്കിൽ ഞാനും നീയും ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇവിടെ എന്തുവാണ്, തന്റെ കണ്ണ് യഹോവയിലേക്ക് ഉയർത്തുന്നതായ 105 സങ്കീർത്തനം അതിന്റെ 4 വായിക്കുന്നുണ്ട്, യഹോവയെ അവന്റെ മുഖത്തെയും തിരവീൻ.
seek the Lord and his strength. യഹോവയെയും അവന്റെ മുഖത്തെയും എന്തുവാണ് തിരവീൻ എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ യഹോശഫാത്ത് താൻ ഭയപ്പെട്ടപ്പോൾ എന്തുവാണ് യഹോവയെങ്കിലേക്ക് നോക്കുന്നതായ, യഹോവയെങ്കിലേക്ക് മുഖം തിരിക്കുന്നതായ ഒരു ഹിസ്കിയ രാജാവിനെ നമ്മൾ ദൈവത്തിന്റെ വനത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹം ഇതുപോലെ രാജ്യം ഭരിച്ച് മുന്നോട്ടൊക്കെ പോയി. അപ്പോൾ അവിടെ ഒരു പ്രവാചകൻ അവിടെ കടന്നു വന്ന യെശയ്യാ പ്രവാചകന് ഈ ഹിസ്കിയാവിനോട് പ്രവചിക്കുന്ന കാണുവാൻ സാധിക്കുന്നുണ്ട്. നീ ഗൃഹകാര്യങ്ങളൊക്കെ ക്രമീകരിച്ചോ, നീ മരിച്ചു പോകുമെന്ന് പറയാണ്. എന്നാൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയ രാജാവ് എന്തോ ഇതാണ് തൻ്റെ കിടക്കയിൽ എന്തുവാണ് താൻ ദീനം പിടിച്ചപ്പോൾ മരിക്കാൻ പോകുകയാണ് എന്നാണ് താൻ ചിന്തിച്ചത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ എന്തുവാണ് ചുവരിലേക്ക് തൻ്റെ മുഖം എന്തുവാണ് ഹല്ലേലൂയ നോക്കിക്കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തേക്കിലേക്ക് മുഖം തിരിച്ച് പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ചതായ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് എന്തുവാണ് അവന് വേണ്ടി എന്തുവാണ് ദൈവം ചെയ്തത്? അവൻ ഭയപ്പെട്ടു. കാര്യം ഞാൻ മരിച്ചു പോകും, കാര്യം പ്രവാചകൻ കടന്നു വന്ന് പറഞ്ഞാണ്, ദൈവം തന്നോട് പറഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോഴിത് ശബ്ദം കേട്ടതാണ്, എന്നാൽ താൻ ഭയപ്പെട്ട് കാണും. എന്നാൽ ആ ഭയത്തിൻ്റെ പിന്നിൽ എന്തുവാണ് ചെയ്തത്? ചുവരിലേക്ക് തൻ്റെ മുഖം എന്തുവാണ്, ഞാൻ വിശ്വസിക്കുന്നു ചുവരിലേക്ക് നോക്കിയവ എന്തുവാണ് കർത്താവിലേക്കാണ്. എന്നെ ആരും കാണേണ്ട, ഞാൻ എൻ്റെ മുഖം എൻ്റെ കർത്താവിലേക്ക് ഉയർത്തുകയാണ് എന്ന് പറഞ്ഞ് കർത്താവിലേക്ക് മുഖം ഉയർത്തി എന്തുവാണ് പ്രാർത്ഥിച്ചതായ ആ ഹിസ്കിയാവിന് എന്തുവാണ് കർത്താവ് ദൈവം ചെയ്തത്? 15 സംവത്സരം നീട്ടിക്കൊടുത്തു. അപ്പോൾ പ്രിയമുള്ളവരെ യഹോവയിലേക്ക് നമ്മുടെ മുഖം ഈ ദിവസങ്ങളിൽ തിരിക്കുവാൻ നമ്മൾക്ക് ഇടയാകണം. നമ്മുടെ ഭയത്തിൻ്റെ പലപ്പോഴും നമ്മൾ എന്തുവാണ് യഹോവയുടെ മുഖം ആദ്യം ഒന്നും അന്വേഷിക്കാറില്ല. എല്ലായിടത്തും പോയി പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് എന്തുവാണ് യഹോവയുടെ മുഖം അന്വേഷിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ നമ്മളൊന്ന് തിരിക്കണം. എന്തുവാണ് നമ്മുടെ ഭയത്തിൻ്റെ മധ്യത്തിൽ, നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ, നമ്മുടെ ചോദ്യങ്ങളുടെ മധ്യത്തിൽ എന്തുവാണ് നമ്പർ 1 പ്രയോറിറ്റി ആദ്യം എന്തുവാണ് മറ്റുള്ളവരുടെ അടുത്തേക്കൊക്കെ പോകുന്നതിന് പകരം എന്തുവാണ് ആദ്യം എന്തുവാണ് നമ്മുടെ കർത്താവിൻ്റെ മുഖം ഒന്ന് അന്വേഷിക്കണം. എന്നാൽ നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. രണ്ടാമത് എന്തുവാണ് ഇവിടെ അദ്ദേഹം ചെയ്തത്? ഒന്നാമത് ചെയ്തത് താന് യഹോവ അന്വേഷിപ്പാൻ എന്തുവാണ് താല്പര്യപ്പെട്ട് തൻ്റെ മുഖം യഹോവയിലേക്ക് ഉയർത്തുന്നു. അതുമാത്രമല്ല യഹൂദയിലേക്കും താൻ ഭരിക്കുന്നതായ രാജ്യത്തൊക്കെയും എന്തുവാണ് താന് ഒരു ഉപവാസം എന്തുവാണ് പ്രഖ്യാപിച്ചു. ഉപവാസത്തിന് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഉപവാസത്തിന് ഭയങ്കര ശക്തി. ഞാൻ വിശ്വസിക്കുന്നു ഈ ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഇതിനൊക്കെ എന്തുവാണ് ഒരു കരുത്തും ഒരു ഉത്തേജനവും ഒരു ബലവും നൽകി തരുന്ന ഉപവാസം എന്ന് പറയുന്നത്. ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എൻ്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന കരങ്ങളിൽ സ്തോത്രം ചെയ്യാൻ